പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ഉദരഫലം ഒരു സമ്മാനം. 127 സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാനാദേശങ്ങളിൽ കർത്താവ് ബാലികാബാലന്മാരെയും വിദ്യാർത്ഥി കുടുംബങ്ങളെയും ദമ്പതികളെയും രോഗികളെയും വൃദ്ധരെയും യുവതി യുവാക്കന്മാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. കുടുംബങ്ങളായി ഒരുമിച്ച് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളിലും ഓരോ സമൂഹങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും കോൺവെൻറ്റുകളിലും ഇടവകകളിലും വലിയ തരത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കർത്താവ് ഇന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒന്നുകൂടെ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ വർഷം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ ബാലികാബാലന്മാർക്ക് വിദ്യാർത്ഥിനികൾക്കും വേണ്ടി ഫെബ്രുവരി മാസം അവസാനത്തെ ഞായറാഴ്ച ഫെബ്രുവരി 24-ന് അഭിഷേകാഗ്നി ഷാലോം ചാനലിൽ അഭിഷേകാഗ്നിയുടെ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം പ്രാർത്ഥനകളും ഒരുക്ക പ്രാർത്ഥനകളും ഉണ്ട്. ഈ വർഷത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതുപോലെ മാർച്ച് മാസം ആദ്യത്തെ ഞായറാഴ്ച മാർച്ച് 3-ാം തീയതിയും വിദ്യാർത്ഥിനികളുള്ള പ്രാർത്ഥനകളും അവർക്ക് വേണ്ടി അഭിഷേക പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും വിദ്യാർത്ഥിനികളെയും ഫെബ്രുവരി 24, മാർച്ച് 3 ഈ 2 ഞായറാഴ്ചകളിൽ വചനത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ദൈവമക്കൾ ഒരുമിച്ച് കയറി വചനം കേൾക്കുമ്പോൾ അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരുപാട് തടസ്സങ്ങൾ മാറും. പഠനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അന്ധകാരപ്പെട്ട് വിട്ടുപോകും. ബുദ്ധി തെളിയും. ജീവിത തടസ്സങ്ങൾ മാറി ദൈവശക്തിയാൽ വിടുതലും വ്യത്യാസം ഉണ്ടാകും. ചെങ്കടലിനെ വിഭജിച്ച് കർത്താവ് തൻ്റെ പ്രിയ മക്കൾക്ക് അത്ഭുതകരമായി പാത തുറന്നതുപോലെ ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവിടുന്ന് ഇന്നും ജീവിക്കുന്ന കർത്താവ് തന്നെ. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഡെസി ജോസഫ്. ഞാൻ മുത്തോലവരും സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ 17 പ്രാവശ്യം IELTS എഴുതി. എനിക്ക് എല്ലാ പ്രാവശ്യവും നല്ല സ്കോർ കിട്ടും. പക്ഷേ റൈറ്റിങ്ങിന് മാത്രം 6.56 അങ്ങനെ. ബാക്കി എല്ലാത്തിനും 17 തവണ IELTS എഴുതി തോറ്റ് വിഷമിക്കുക. ഒരൊറ്റ വിഷയത്തിനാണ് പോണത്. ബാക്കി എല്ലാത്തിനും നല്ല സ്കോറാണ്. എപ്പോഴും കിട്ടും. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ റൈറ്റിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാനൊരു ബ്രിട്ടീഷ് കൗൺസിലിൽ ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ അവിടുന്ന് ബ്രിട്ടീഷ് മാൻ എന്നോട് പറഞ്ഞു, നിന്റെ എഴുത്ത് കണ്ടിട്ട് നിനക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ കിട്ടും, അതുകൊണ്ട് നീ പോയി എഴുതിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോയി എഴുതി. പക്ഷെ എനിക്ക് ആ പ്രാവശ്യം 6 ആണ് കിട്ടിയത്. അപ്പോൾ വീണ്ടും താഴ്ത്തിക്ക് പോയി. പിന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള ഇത് വിട്ടു. പിന്നെ ഞാൻ ഓർത്ത് OET എഴുതിയാലോ. പക്ഷെ എനിക്ക് OETയെ കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ല, അറിയത്തില്ല. പിന്നെ അതിൻ്റെ സ്പീക്കിങ് നമ്മൾ ആക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ, പക്ഷേ എനിക്ക് ആക്ടിങ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ഈ ഫേസ്ബുക്കൊക്കെ കാണുമ്പോൾ ഒട്ടായിലച്ചൻ നമ്മളോട് സംസാരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഞാനത് സ്ക്രോൾ ഡൗൺ ചെയ്ത് വിടും. എനിക്കത് കാണാനോ അങ്ങനെ കേട്ടിട്ടുണ്ട് അഭിഷേകാഗ്നിയെ കുറിച്ച്, പക്ഷെ വലിയ അറിവൊന്നുമില്ല. എന്നാ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ അത് താഴ്ത്തിക്ക് വിടും. പക്ഷേ ഈ ഫെബ്രുവരിയിൽ എൻ്റെ ഉള്ളിലിരുന്ന് എന്തോ അഭിഷേകാഗ്നി കാണാം, അഭിഷേകാഗ്നിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ഉള്ളിലിരുന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അത് കാണാം. അപ്പം ഞാൻ രാത്രി 10 മണിയായി ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് കണ്ടു. ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. 2-3 എപ്പിസോഡ് കണ്ടു. രാത്രി 1 മണി വരെ കണ്ടു. പിന്നെയും നിർത്താൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിർത്തി കണ്ടു. പിറ്റേ ദിവസങ്ങളിൽ എൻ്റെ കുട്ടികളെയും വിളിച്ച് ഇരുത്തി കാണിക്കാൻ തുടങ്ങി.
അത് കാണുമ്പോൾ എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അത് കാണാനും. ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാണാനായിട്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതും അച്ഛനിങ്ങനെ കൈകൊട്ടി പ്രാർത്ഥിക്കുകയൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡ് പറയും എനിക്കിതിലൊന്നും താല്പര്യമില്ല. പുള്ളിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ പുള്ളി പറയും എനിക്കിങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതിനോട് താല്പര്യമില്ല എന്ന്. പക്ഷെ ഞാനത് കണക്കാക്കാതെ ഞാനും പിള്ളേരും വീണ്ടും കൈകൊട്ടിയും എല്ലാം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഞങ്ങളോട് കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏപ്രിലിൽ ഞാൻ OETക്ക് രജിസ്റ്റർ ചെയ്തു. ഞാൻ 2 മാസം ശരിക്കൊന്നും പ്രിപ്പയർ ചെയ്തില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പോയി എഴുതാമെന്ന് വിചാരിച്ചു. എഴുതി പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ തകർന്നു, എന്തിലും കൈവിട്ടില്ല. ഞാൻ എഴുതി. മെയിൽ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ എന്തിനു പുറകിലായിരുന്നു, അതിന് എനിക്ക് സ്കോർ നൽകി. യേശുവേ, ഏത് വിഷയമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്? ആ വിഷയത്തിൽ ഈശോ മുൻപന്തിയിരിക്കൊണ്ട് കൊണ്ടുവന്നു. നല്ല സ്കോർ, എല്ലാത്തിനും നല്ല സ്കോർ നൽകി. ഒരൊറ്റ തവണ കൊണ്ട് ഞാനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, അഭിഷേകാഗ്നിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും അടുത്ത 2 പരീക്ഷ എഴുതാനുള്ള ഫീസ് അഭിഷേകാഗ്നിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകുമെന്നും ഞാൻ ഈശോയോട് പറഞ്ഞു. ഈശോ പ്രാർത്ഥന കേട്ടു. നോക്കിയേ, ഒരു ആത്മാവിൻ്റെ ഒരു ജീവിതത്തിൻ്റെ വേദനയിൽ വചനം കേട്ട് യേശുവിനെ നാമം വിളിച്ചപ്പോൾ ആ കുടുംബത്തിൽ യേശു സന്നിഹിതനായി അവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ ഈശോ നീക്കം ചെയ്ത് ആ തിരമാലകളിൽ ശിഷ്യന്മാർ ഉലഞ്ഞ സമയത്ത് തിരമാലകൾ ശാന്തമാകൂ എന്ന് പറഞ്ഞ് കൽപ്പിച്ച് അവർക്ക് ആശ്വാസം കൊടുത്ത അതേപോലെ ഇവരുടെ കണ്ണുനീരിൽ ഈശോ വന്ന് സഹായിച്ച്. അതുകൂടാതെ നീ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അവിടെ വെയിറ്റ് ചെയ്യൂ. ഇന്നെൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ എല്ലാ സൺഡേയിലും എൻ്റെ മോളെൻ്റെ അടുത്ത് വന്ന് പറയും അമ്മ ഇന്ന് അഭിഷേകാഗ്നി കാണാം. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എന്നാലും അവർ ഞായറാഴ്ച എന്നോട് വന്ന് പറയും അമ്മ ഇന്ന് നമുക്ക് അഭിഷേകാഗ്നി കാണാൻ. അവർക്ക് മലയാളം അറിയില്ല, പക്ഷെ അവർ ഇംഗ്ലീഷിൻ്റെ യേശുനാമത്തിൻ്റെ ശക്തി ആ പുസ്തകം അവർക്കുണ്ട്. അത് അവരുടെ സ്കൂളിൽ കൊണ്ടുപോകും, പരീക്ഷയ്ക്ക് കൊണ്ടുപോകും, എല്ലാം ചെയ്യും. ഇന്ന് ഞാനും എൻ്റെ ഭർത്താവും കഴിഞ്ഞ 7 മാസമായിട്ട് എല്ലാ സാറ്റർഡേയും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കാണുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഒരു വലിയ നിയോഗം ഇവർക്ക് കൊടുത്തു. ഇവരെ ഈശോ വചനം കേൾക്കുന്നവർ മാത്രമല്ല, വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബമാക്കി ഈശോ ഉയർത്തി. ഈ കുടുംബത്തിന് ഈശോ അഭിഷേകം പകർന്നു. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ കുടുംബത്തിൽ ഈശോ വന്ന് ഇവരുടെ കണ്ണുനീർ ഒപ്പിയെടുത്ത് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ചാടി എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ഏത് ഭൂപ്രദേശത്താണെങ്കിലും, ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ ഒറ്റയ്ക്കായിരിക്കാം, ഒരുപക്ഷെ ഒരു ടീമായിട്ട് ഒരുമിച്ചായിരിക്കാം. ഈ സമയം വലിയ കൃപ കർത്താവ് വർഷിക്കുകയാണ്. ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓരോ ശനിയാഴ്ചയും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി ഷാലോം ചാനലിൽ കാണുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് 10,000കണക്കിന് കുടുംബങ്ങളിലിരുന്ന് ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹം ഈ വചന സമയത്ത് വചന ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കുട്ടികൾ, പ്ലീസ്, ഓൾ ചിൽഡ്രൻ ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് കർത്താവിനെ ആരാധിക്കുക. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, 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 ഗ്ലോറി. ഓ രാജാവേ, മഹത്വത്തിന്റെ കർത്താവേ, ഉന്നതനായ രാജാവേ, അത്യുന്നത ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വലിയ സന്തോഷത്തോടെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങളടിച്ച് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന
സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഓ പ്രിയ മക്കളെ, ഈ സമയം കൈകൾ ഉയർത്തി വലിയ സ്നേഹത്തോടെ യേശുവിനെ ആരാധിക്കുക. ദൈവമേ, എൻ്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. എൻ്റെ എല്ലാ ദുഃഖഭാരങ്ങളിലേക്ക് വരണമേ. എൻ്റെ യേശുവേ, അവിടുന്ന് ഞങ്ങളെ ഇപ്പോൾ സന്ദർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കൈകളടിച്ച് ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ച് ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. രാജാവേ, കൃപയുടെ രാജാവേ, സ്നേഹത്തിന്റെ രാജാവേ, ക്ഷമയുടെ രാജാവേ, കൃപാവരങ്ങൾ വർഷിക്കുന്നവനെ, ജീവജലത്തിന്റെ ഉറവേ, ആരാധന, ആരാധന, ആരാധന. ഓരോ കുടുംബങ്ങളുടെ മേൽ അത്ഭുത ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. ക്ഷീണിതരുടെ മേൽ കർത്താവിന്റെ ശക്തി നിറയട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബാലികാ ബാലന്മാരും വിദ്യാർത്ഥിനികളിൽ പരിശുദ്ധാത്മ കൃപകൾ നിറയട്ടെ. എല്ലാ നിരാശകളും വിട്ടുപോകട്ടെ. എല്ലാ ദുഃഖഭാരങ്ങളും നീങ്ങട്ടെ. അഭിഷേക ശക്തിയുടെ ഹൃദയങ്ങൾ ഇപ്പോൾ കത്തി ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വലിയ ദൈവ കരുണയുടെ മണിക്കൂറാണ്. വലിയ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവനാണ് കർത്താവ്. കർത്താവിൻ്റെ ശക്തിയെ നിസ്സാരമായി കാണരുത്. അവിടുന്ന് അത്ഭുതങ്ങളുടെ രാജാവാണ്. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 111 സങ്കീർത്തനം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് എന്ന ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ്. 111 സങ്കീർത്തനം അതിൽ 1-2 വാക്യങ്ങൾ രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്: കർത്താവിനെ സ്തുതിക്കുവിൻ, നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ എല്ലാവർക്കും കർത്താവിൻ്റെ വഴികളോ കർത്താവിൻ്റെ പ്രവൃത്തികളോ ഗ്രഹിക്കാൻ ആഗ്രഹമില്ല. ദൈവത്തിൽ ആനന്ദിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ വഴികളിലും ദൈവത്തിൻ്റെ ആത്മാവിലും സന്തോഷിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ ലോകത്തിൽ കോടാനുകോടി രൂപ കൊടുത്താലും വാങ്ങാൻ കിട്ടാത്ത വലിയൊരു ഗിഫ്റ്റ്, വലിയൊരു അനുഗ്രഹം സ്വർഗത്തിൽ നിന്നും ഫ്രീ ആയി നിങ്ങൾക്കും എനിക്കും കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അറിയാൻ ഒരാഗ്രഹം, ദൈവത്തെ അറിയാൻ ഒരു ചെറിയൊരു ദാഹം, ഒരു ചെറിയൊരു ആഗ്രഹം, ഒരു തോന്നൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം നമുക്ക് ദാനമായി നിക്ഷേപിച്ച് തന്നിരിക്കുകയാണ്. കോടാനുകോടി രൂപ കൊടുത്താൽ കിട്ടാവുന്നതിലും വലിയ ഗിഫ്റ്റാണ് ഈ ഒരു ദൈവിക ദാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ഗിഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കർത്താവിനെ അന്വേഷിക്കണം. അവിടെ നിന്ന് പറയുകയാണ് 3-ാമത്തെ വാക്യം, അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ്, അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യ നിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു.
അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. നമ്മെക്കുറിച്ച് അവിടുന്ന് അനുസ്മരിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളോട് ചെയ്ത ഉടമ്പടികളും നമ്മൾ കർത്താവിനോട് ചെയ്യുന്ന പ്രാർത്ഥനകളും അവിടുന്ന് അനുസ്മരിക്കുന്നുണ്ട്. ഇത് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, മക്കളില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ശക്തമായ ഒരു തോന്നിപ്പ്, ഒരു ഇൻസ്പിറേഷൻ എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയം മക്കളില്ലാത്ത ദമ്പതികൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഓരോ കുടുംബത്തിലും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വഴി ഇന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മക്കളുണ്ടാവില്ല എന്നൊരു തോന്നലും എന്നൊരു ചിന്തയുമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതെങ്കിലും അതിലും വലുതാണ് നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനം. അതിലും വലുതാണ് നമ്മുടെ കർത്താവ് നമ്മളുടെ ഉടമ്പടി. അതിലും വലുതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തി. 113 സങ്കീർത്തനത്തിൽ 9 തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് വന്ധ്യയ്ക്ക് വസതി നൽകുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. 113 സങ്കീർത്തനം 9 തിരുലിഖിതം നിങ്ങൾ സാധിക്കുന്നിടത്തോളം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് വചനം കേൾക്കുന്ന ഈ കുടുംബങ്ങളിൽ തൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നൽകാനും കുടുംബങ്ങളിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റാനും വാത്സല്യത്തോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് അനേകം കുടുംബങ്ങളെ കർത്താവ് കടാക്ഷിക്കുന്നുണ്ട്. അയർലൻഡിൽ നിന്നുള്ള ഒരു കുടുംബത്തിൻ്റെ അനുഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. എൻ്റെ പേര് സിനു, ഹസ്ബൻഡ് ജിനോ, മോൻ സാമുവേൽ. അയർലൻഡിലാണ് ജോലി ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും ഈ ദമ്പതികൾക്ക് മക്കളില്ല. എന്ന് ചോദിക്കണം. 4 വർഷം മുമ്പാണ് ഞങ്ങൾ അയർലൻഡിലേക്ക് പോയത്. അവിടെ ചെന്നതിന് ശേഷം യാദൃശ്ചികമായിട്ട് അഭിഷേകാഗ്നി യൂട്യൂബിൽ കാണാനിടയായി. അതായത് ഇവരിങ്ങനെ യൂട്യൂബിൽ അപ്പം നോക്കുമ്പോൾ പെട്ടെന്നൊരു അഭിഷേകാഗ്നി യൂട്യൂബിൽ ഇങ്ങനെ വന്നു. അങ്ങനെ അത് ആദ്യമായിട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ എല്ലാ ദിവസവും യൂട്യൂബിൽ നിന്ന് ഓരോ എപ്പിസോഡ് എടുത്ത് കാണുമായിരുന്നു. അതുകൂടാതെ മക്കളെ നൽകുന്ന ദൈവം എന്നുള്ള ഒരു എപ്പിസോഡ് അതെടുത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ കുഞ്ഞിനെയും കൊണ്ടുവന്ന് അട്ടപ്പാടിയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് 2015 വട്ടായിലച്ചൻ ലിമറിക് അഭിഷേകാഗ്നി കൺവെൻഷനിൽ വന്നിരുന്നു. അവിടെ ഞങ്ങളുടെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പിന്നീട് അപ്പോഴാണ് ലൈവായിട്ട് ഷാലോം TV-യിൽ അഭിഷേകാഗ്നി ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അതിനുശേഷം പിന്നെ അതും മുടങ്ങാതെ കണ്ടു തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 2016 നവംബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2017 ജൂലൈ 13 ദൈവം കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥന വഴി ഈശോ ഈ കുടുംബത്തിലെ സങ്കടം മാറ്റി അനുഗ്രഹിച്ചു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു സാധ്യതയില്ലാതിരുന്നൊരു കാലം. അവർ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും ദൈവത്തിൻ്റെ വചനങ്ങളിലും വിശ്വസിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക കുടുംബങ്ങൾ, ദമ്പതികൾ മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവരിൽ ചില കുടുംബങ്ങളെക്കുറിച്ച് അവർക്ക് കർത്താവിൻ്റെ ദൈവവിളി അനുസരിച്ച് ഒരു ഹയർ കോൾ ഉണ്ടായിരിക്കാം. അവർ ദമ്പതികൾ ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള വിളി, പലതരത്തിലുള്ള കർത്താവിൻ്റെ പദ്ധതികളുണ്ട്. ഒരു ദൈവവിളിയായി തന്നെ മക്കളില്ലാത്ത ദമ്പതികളെ കർത്താവ് ഉന്നത ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി കുടുംബങ്ങളെ വിളിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അതിൽ ആനന്ദിക്കണം. കർത്താവിൻ്റെ ദൈവവിളി നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കണം. എന്നാൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക നിയോഗമാണ്, അതെല്ലാ ദൈവമക്കൾക്കും ഒരു വലിയ നിയോഗമാണ്. യാക്കോബ് 5:13. അതെന്താണ്? നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. അപ്പോൾ കല്യാണം കഴിഞ്ഞു ദമ്പതികളായി പക്ഷേ മക്കളില്ല എങ്കിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. കുടുംബങ്ങൾ പ്രാർത്ഥിക്കണം. ദമ്പതികൾ മനസ്സ് തളർന്ന് പ്രാർത്ഥന നിർത്തരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ 8 വർഷമോ ചിലപ്പോൾ 10 വർഷമോ 12 വർഷമോ 15 വർഷമോ ഒരു വർഷമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവത്തിന് അതിനും അപ്പുറത്ത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ചിലപ്പോൾ ചില മേഖലകൾ നമ്മൾ ചില കാര്യങ്ങൾ വചനങ്ങൾ പാലിക്കുമെന്ന് കർത്താവ് നോക്കാൻ വേണ്ടി കൂടി നമ്മളെ പരീക്ഷിക്കുന്ന ഒരു വഴിയായിരിക്കാം ഈ വർഷങ്ങളിൽ വരെ നമ്മൾ കടന്നു പോകുന്നത്. ഒരു മരുഭൂമി അനുഭവത്തിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. 111 സങ്കീർത്തനത്തിൽ 9ഉം 10ഉം തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്, വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ പ്രമാണങ്ങൾ, ദൈവം നമുക്ക് നൽകിയ വചനങ്ങൾ, ദൈവിക കൽപ്പനകൾ, ദൈവവചനങ്ങൾ പാലിക്കപ്പെടാൻ വേണ്ടിയാണ് അവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്.
അത് തലമുറകളായി നൽകപ്പെട്ട ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളാണ്, ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അത് അവിടുന്ന് എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ മുൻ തലമുറകൾ പാലിച്ചതുപോലെ ഈ നൂറ്റാണ്ടിൽ നമ്മളും ആ വചനങ്ങൾ പാലിക്കണം. ഉദാഹരണത്തിന് IVF പാപമാണെന്ന് നമ്മുടെ കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തിരുസഭ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തലമുറയിലും നമ്മൾ ആ വഴി ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് IVFിൻ്റെ വഴികളിൽ നമ്മൾ പോകരുത്. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞെങ്ങനെയാണ്, അത് എന്നേക്കുമായി പാലിക്കപ്പെടാൻ വേണ്ടി അവിടുന്ന് സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ജീവദായകവുമാണ് അവിടുത്തെ നാമം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭക്തിയുള്ളവരാണ് ഇത് ഗ്രഹിക്കുക. ഞാൻ മറ്റൊരു കുടുംബത്തിൻ്റെ കാര്യം ഓർക്കുന്നുണ്ട്. അവർക്ക് വളരെ ഒരുപാട് വർഷം 10-15 വർഷത്തിലധികമായി മക്കളില്ല. അവരോട് പറഞ്ഞ് IVF നടത്തി നിങ്ങൾക്ക് മക്കളുണ്ടാവും. ആ കുടുംബം പറഞ്ഞ് നോ 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 നോ, ഒരിക്കലുമില്ല. ഞങ്ങളുടെ കർത്താവിൻ്റെ വചനം ലംഘിച്ച് ഞങ്ങൾക്ക് ഒരു സന്തോഷം ഈ ലോകത്തിൽ വേണ്ട. അവർ നിശ്ചയമെടുത്തു. അവരുടെ കുടുംബത്തിൽ കർത്താവ് ഇടപെട്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മേഴ്സി, ഭർത്താവിൻ്റെ പേര് ജോർജ് ഊട്ടി. ഞങ്ങൾ ചങ്ങനാശ്ശേരി ഇത്തുത്താന ഇടവകയിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 14 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 14 വർഷം 14 വർഷം കുട്ടികളില്ലായിരുന്നു. ഒത്തിരിയും ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒത്തിരി ആശുപത്രിയിൽ കാണിച്ചു. ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. രണ്ടാമതും ഒരു ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം 2 ട്യൂബിൽ ഒരു ട്യൂബ് മൊത്തം ബ്ലോക്കായി പഞ്ചറായിപ്പോയി. അതുകൊണ്ട് പറ്റത്തില്ല. മറ്റു ട്യൂബിൻ്റെ മൗത്ത് ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. നിങ്ങളൊരു കാര്യം IVF ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ അവിടെ വെച്ച് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്ന് അന്നേരം തന്നെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോയി തീരുമാനം എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇല്ല വേണ്ടെന്ന് പറഞ്ഞു. ഈ കുടുംബം നല്ല ഒരു കത്തോലിക്ക കുടുംബമാണ്. കാരണം എന്താ? കത്തോലിക്ക വിശ്വാസപ്രകാരം IVF പാപമാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു കുട്ടികളിൽ നിന്നുള്ളൂ, പാപം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു നേട്ടവും വേണ്ട എന്നങ്ങൾ തീരുമാനം എടുത്തു. എന്നിട്ട് ഡോക്ടർ എന്നെ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ എന്തെങ്കിലും മെറിക്കിൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് അവിടുന്ന് ഇറങ്ങിയതാണ്. പിന്നീട് ഞങ്ങൾ പോയിട്ടില്ല. ഡോക്ടർ കൈവിട്ടു. ഇനി എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കട്ടെ നിങ്ങൾ പൊക്കോളെന്ന് പറഞ്ഞ് ഡോക്ടർ കൈവിട്ടു. ഇവർക്ക് കുലുക്കയിൽ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്, ഞങ്ങൾക്ക് ദൈവമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അപ്പോഴേ അവരവിടുന്ന് പോകുന്നു. അന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ദൈവം തരുന്നോ ഇല്ലയോ എന്നല്ല, എനിക്ക് അട്ടപ്പാടിയിൽ ധ്യാനത്തിന് പോയിരിക്കണം, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ചില ചേച്ചിമാരായ ഒരു പ്രാപ്തി വേണം. അട്ടപ്പാടി പോയിരിക്കണം. അത്ഭുതം ഉണ്ടാകില്ല, അത് രണ്ടാമത്തെ കാര്യം. ഞാൻ അതിനു വേണ്ടിയല്ല, എനിക്ക് അട്ടപ്പാടിയിൽ പോയി ധ്യാനം കൂടണം. ഹസ്ബൻഡിനോട് ഒരു കർശനമായ നിർദ്ദേശം കൊടുത്തു. 2016 ജൂലൈ മാസം 3-ാമത്തെ ആഴ്ച ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്നായിരുന്നു. തൈലാഭിഷേക പ്രാർത്ഥന സമയത്ത് സിസ്റ്റർ പറഞ്ഞു പേടിക്കേണ്ട, നിങ്ങൾക്ക് കുട്ടിയെ കിട്ടും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്കിൽ പറയുന്നുണ്ട് ദൈവം നിങ്ങൾക്ക് സന്താന പുഷ്ടികൾ തരുമെന്ന് എന്ന് വചനം പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ഞാനും കുറേ വചനം പറഞ്ഞു എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞു. 6 മാസത്തിന് മുന്നേ എനിക്ക് ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും 14-ാം സ്ഥലം എനിക്ക് മുട്ടിന്മേൽ ചൊല്ലണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഞാൻ വീട്ടിൽ പോയി ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു, മെറ്റിൽ വാരിയിട്ടു. പേരയ്ക്കകത്ത് ആരുമില്ലായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ്. രാവിലെ പണിക്ക് പോയാൽ വൈകുന്നേരമാണ് വരുന്നത്. മെറ്റിൽ വാരിയിട്ടു. ഞാൻ 21 ദിവസം മുട്ടിന്മേൽ ഇരുന്നു. ഞാൻ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോഴത്തേക്ക് സാംസൺ അച്ഛൻ പറയുമായിരുന്നു എന്ത് കാര്യം സാധിക്കണമെങ്കിലും അവിടെ ചെന്ന് മുട്ടിന്മേൽ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് സാധിച്ചിരിക്കുമെന്ന്. പക്ഷെ അന്ന് എനിക്ക് പറ്റിയില്ല. അത് ഞാൻ വീട്ടിൽ പോയി ചെയ്തു. 21 ദിവസം ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സഹോദരിക്ക് ഭവനം വയ്ക്കാനുള്ളൊരു തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആ സഹോദരിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഈ 2 കാര്യവും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് സാധിച്ചു തന്നിരിക്കണമെന്ന് പറഞ്ഞു. അന്ന് മാർച്ച് 6-ാം തീയതി
21 ദിവസം പൂർത്തിയായ അന്ന് മാർച്ച് 6-ാം തീയതി അവർക്ക് കല്ലിടാനും പറ്റി. അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഗർഭിണിയാണെന്ന് എനിക്ക് വിവരം അറിയാനും പറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് ധ്യാനത്തിനും ബുധനാഴ്ച ഇവിടെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി കയ്യിൽ പ്രാർത്ഥിക്കുന്ന ഇതുണ്ട്. അന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പം സാംസൺ അച്ഛനും ബിനോയ് അച്ഛനുമായിരുന്നു. എൻ്റെ കയ്യിൽ തല വെച്ചത് ബിനോയ് അച്ഛനായിരുന്നു. പക്ഷെ അതന്ന് എനിക്ക് അച്ഛനായിട്ടല്ല തോന്നിയത്, എൻ്റെ ദൈവം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അന്ന് ഇവിടുന്ന് പോയി 6 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുട്ടിയെ കിട്ടി. ഡോക്ടറിൻ്റെ അടുത്ത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ഞാൻ പോയപ്പോൾ ഡോക്ടർ ചോദിക്കുക ഇതെങ്ങനെ സംഭവിച്ചെന്ന്. ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടുണ്ടാവും. കാരണം അതെല്ലാം 5 പഞ്ചറായി കിടക്കാന്ന് പറഞ്ഞു വിട്ടത് അതെല്ലാം നേരെയായി. അങ്ങനെ 9-ാം മാസം ഒക്ടോബർ 14-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു. ഈശോ എല്ലാ പ്രതിസന്ധികളും നീക്കി Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ കുടുംബത്തിൽ എന്തൊരു അത്ഭുതമാണ് നടന്നത്. 127-ാം സങ്കീർത്തനത്തിലെ 3-ാമത്തെ തിരുലിഖിതമാണ്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഹല്ലേലൂയ. ഇന്ന് ഉടനെ തന്നെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കളില്ലാത്ത എല്ലാ ദമ്പതികളും പ്രാർത്ഥിക്കുക. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കുടുംബം മക്കളില്ലെങ്കിൽ ആ ദമ്പതികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. വേഗം നമുക്ക് ചാടി എഴുന്നേൽക്കാം, ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും ഈശോയിലേക്ക് നോക്കി 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 11-ാം തിരുലിഖിതം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. അത് ബാലികാബാലന്മാരാണെങ്കിലും യുവതീവാക്കന്മാരാണെങ്കിലും ദമ്പതികളാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും എല്ലാവരുടെ മേലും അവിടെ നിന്ന് കൃപ ചൊരിയും. ഈ ദമ്പതികൾ, മക്കളില്ലാത്ത ദമ്പതികൾ ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളുടെ മേലും കർത്താവേ ഇപ്പോൾ അങ്ങയുടെ കരങ്ങൾ അങ്ങ് നീട്ടി സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ തൂകണമേ. 127-ാം സങ്കീർത്തനത്തിൽ 3-ാം തിരുലിഖിതം, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവേ, മക്കളില്ലാത്ത കുടുംബങ്ങളിലേക്ക് സമ്മാനങ്ങൾ ധാരാളമായി അങ്ങ് നൽകണമേ. 113-ാം സങ്കീർത്തനം 9-ാം തിരുലിഖിതം, കർത്താവ് വന്ധിക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. ദൈവമേ, ഈ സമയം വന്ധ്യമായ ഉദരങ്ങൾ ഗർഭധാരണ ശക്തി പ്രാപിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുക, യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ യേശുവേ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. റോമാലേഖനം 10:13, തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. റോമാലേഖനം 10:12, തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ജീസസ് ജീസസ് ജീസസ്.